മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 45-46 വാക്യങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. Says on Matthew chapter 27 verse 45-46. യേശു ഒരു മനുഷ്യനായിരിക്കെ തന്റെ അവസാന ദിവസങ്ങളിൽ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വീക്ക് പോയിന്റായി അല്ലെങ്കിൽ തന്റെ ദുർബലമായ 2 നിമിഷങ്ങൾ തിരുവനന്തപുരം വായിക്കുന്നുണ്ട്. Jesus, when it is his last moment, he came to his last phase, he came to his weak stages in 2 times. ഒന്നാമത് ഗത്സമന തോട്ടത്തിൽ തന്റെ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞതിന് ശേഷം താൻ അല്പം ദൂരം മാറിയിരുന്ന മുട്ടുകുത്തി താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ. We can see the first event at the Garden of Gethsemane. He was while with his disciples. He just moved a little far away and prayed to God. തന്റെ ശരീരത്തിലെ രക്തധമനികൾ പൊട്ടിയിട്ട് രക്തം അത് വെറുപ്പിനോടുകൂടെ വെളിയിൽ വരുന്ന സമയങ്ങൾ. Oh, the blood came during this moment of prayer. The blood came sweat after sweat. ആ പ്രാർത്ഥനയുടെ ശക്തി, ആ പ്രാർത്ഥനയുടെ ആഴം, ആ പ്രാർത്ഥനയുടെ ആഗ്നി ഒരുപക്ഷെ നമുക്ക് ആർക്കും മനസ്സിലാവില്ല. The agony of that prayer, the moment of that prayer, we never understand. അതിനുശേഷം മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 45-46 വാക്യങ്ങളിൽ യേശു പിതാവിനോട് നിലവിളിച്ചു പറയുന്ന ഒരു വാക്യമുണ്ട്. After that, the second moment, we can hear from Matthew chapter 45 and 46. അത് ആ വിഷയത്തിലേക്ക് കടന്ന ഒരു കാര്യം നിങ്ങൾ പറയട്ടെ. യേശു ജീവിച്ചിരുന്ന സമയത്ത് എഴുതിയ ലാംഗ്വേജ്, താൻ സംസാരിച്ചിരുന്ന ലാംഗ്വേജും ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഹീബ്രുവും അതേ ഗ്രീക്കും അടക്കം അല്പം വ്യത്യാസമുണ്ട്. During the time of Jesus, the Hebrew language they speak and the language follow now is quite different. യേശു ബഥാനിയിലും ചില ഗ്രാമപ്രദേശത്തൊക്കെ ആയിരുന്നപ്പോൾ അരാമിക് ഭാഷയൊക്കെ ഉപയോഗിച്ച് അവിടുത്തെ ലോക്കൽ ഭാഷകൾ. During Jesus' time, they spoke Aramaic language. ഓൾഡ് ടെസ്റ്റമെന്റ് അത് ഹീബ്രു അതായത് ഭാഷ എഴുതിയ അന്നത്തെ ആ ഹീബ്രുവും ഇന്ന് നാം നിലവിലിരിക്കുന്ന ഹീബ്രുവും തമ്മിലൊക്കെ അല്പം വ്യത്യാസമുണ്ട്. During the time of the Old Testament, the Hebrew language that given during those time and this time the Hebrew language. എന്നാൽ ഈ ഒരു മൊഴി, ഈ പർട്ടിക്കുലർ വേർഡിന് ഒരു ലാംഗ്വേജിലും വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. But this particular languages have never changed. അവിടെ എഴുതിയിരിക്കുകയാണ് ഏകദേശം 9-ാം മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മാ ശബക്താനി എന്നവരൊക്കെ നിലവിളിച്ചു. It said like this, at about 9th hour, Jesus cried out in a loud voice, Eloi, Eloi, lama sabachthani. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, യഹൂദ കലണ്ടർ അനുസരിച്ച് നമ്മുടെ ജനുവരി ഫെബ്രുവരി മാസങ്ങളല്ല അവിടെ മാസങ്ങൾ. As per our calendar, Jewish doesn't never follow the calendars, our calendars. മാത്രമല്ല നമ്മുടെ ഈ 24 hours അവരല്ല, അവരുടെ അവേഴ്സിന് വ്യത്യാസം ഉണ്ടായിരുന്നു. Their hours also is different. ഈ 9-ാം മണി എന്ന് നാം ചിന്തിക്കുമ്പോൾ ഇത് രാവിലത്തെ 9-ാം മണിയോ അല്ലെങ്കിൽ രാത്രി 9-ാം മണിയാണോ ചിന്തിക്കരുത്. അവരുടെ ടൈമിംഗ് അനുസരിച്ചുള്ളതായ ഒരു സമയമാണ് So എഴുതിയിരിക്കുന്നത്. when it's described about the 9th hour, it's not the morning 9th hour or the evening 9th hour. It's their 9th hour is different. ആ ക്രൂസിഫിക്കേഷൻ തുടങ്ങുന്ന തലേ രാത്രി മുതൽ ആരംഭിച്ചിട്ട് പിറ്റേ ദിവസം വളരെ അധികാരം മുതലേ യേശു വളരെ കഷ്ടത്തിലൂടെ കടന്നുപോയതാണ്. The day before the crucifixion, from that moment God is going through a lot of pain. ഈ റോമ ഗവൺമെന്റിനും പഴയ കാലത്തെ ആൾക്കാർക്കും ശിക്ഷ കൊടുക്കുന്നതിന് പല പദ്ധതികൾ ഉണ്ടായിരുന്നു. Back in those days, Romans have a different strategy for giving different punishment. ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. ആ വിഷയത്തിലേക്ക് കടക്കാൻ ഡ്യൂട്ടോണമി ആവർത്തന പുസ്തകം 21-23 വാക്യം കൂടെ നോക്കാം. Let's look back, go back Deuteronomy 21 and verse 23. Verse 23. പിന്നെ അവന്റെ പട്ടണക്കാർ എല്ലാവരും അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കി കളയണം. സുരേരെല്ലാം കേട്ട് ഭയപ്പെടണം. 21-23 വായിച്ചേ. 23 വായിച്ചേട്ടെ. 23 ഇല്ല, 22 വായിച്ചേട്ടെ. ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് മരത്തിൽ തൂക്കിയാൽ അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവൻ ഇരിക്കരുത്. അന്ന് തന്നെ അത് കുഴിച്ചിടണം. തൂക്കി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം അശുദ്ധമാക്കരുത്. 22-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അത് തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. If a man is guilty of capital offense, he is his words. പഴയ നിയമത്തിൽ ആദ്യകാലം മുതലേ ഇങ്ങനെ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നവർ, പ്രത്യേകിച്ച് തൂങ്ങി മരിക്കുന്നവർ ശാപഗ്രസ്തരാണെന്ന്
തിരുവചനം പഠിപ്പിക്കുന്നു. The people who are hung on a cross, they are cursed. കല്ലെറിഞ്ഞു കൊല്ലുന്നതായ പദ്ധതി അവർക്കുണ്ടായിരുന്നു. There is a system that's stoning to death. വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്നതായ സിസ്റ്റം ഉണ്ടായിരുന്നു. There is a system that killing people to the sword. എന്നാൽ അതിലൊക്കെ വളരെ പരസ്യമായി നികൃഷ്ടമായ രീതിയിൽ കൊല്ലുന്ന ഒന്നാണ് ക്രൂശീകരണം. But this, among all the death, the hung by cross is the worst type of death. ഞാൻ ചില ഹിസ്റ്ററികളോട് ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ ആ ഹിസ്റ്റോറിയൻസ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മള് ജീസസിന്റെ ആ ഫിലിമും അതായത് നമ്മൾ ചില കാണുന്നതായ ചില പടങ്ങളൊക്കെ നോക്കുമ്പോൾ യേശു മുഴുവനും നഗ്നനായിട്ടുള്ള ഒരു പിക്ചർ അല്ല ക്രൂശിൽ നമ്മൾ കാണുന്നത്. When we see the Jesus picture and the other thing, we didn't see the naked picture during that movies. എന്നാൽ ഞാൻ ആ ഹിസ്റ്ററി പഴയ കാലത്തെ കാര്യങ്ങൾ വായിച്ചപ്പോൾ റോമാ ഗവൺമെന്റ് അന്ന് ചെയ്തിരുന്നത്, അക്കാലത്ത് ചെയ്തിരുന്നത്, ആരെങ്കിലും ഇങ്ങനെ കുരിശിച്ച് കൊല്ലുവാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആളുടെ വസ്ത്രം മുഴുവൻ അഴിച്ചു മാറ്റിയിട്ട് അവരെ നഗ്നരായിട്ടാണ് അവരെ കൊണ്ടുപോയിരുന്നത്. History says the people who hang on the cross, they're fully naked and then they put on the cross. ആ കാര്യം വായിച്ചപ്പോൾ വാസ്തവത്തിൽ ഞാൻ ഒരു നിമിഷം അവിടെ നിന്നുപോയി, എന്റെ കണ്ണുകൾ നിറഞ്ഞു. When I read up all this history, my eyes were rolling, tears were rolling. ഇത്രയും നാളും യേശുവിനെ കുരിശിക്കുന്ന ആ പടങ്ങൾ കലണ്ടറുകളിലും പടങ്ങളിലൊക്കെ കണ്ടപ്പോൾ അല്പമെങ്കിലും തന്നെ മേലൊരു വസ്ത്രമുള്ളതായിട്ടാണ് കണ്ടിട്ടുള്ള പടങ്ങൾ നമ്മൾ. എന്നാൽ പൂർണ്ണമായ നഗ്നനായ ഒരു യേശുവിനെ ആരും ചിത്രീകരിച്ചു വെച്ചിട്ടില്ല. When we see the pictures and the movie, we see Jesus as half naked, but we didn't see the Jesus picture that's fully naked. എന്നാൽ ഇത്ര ക്രൂരമായ മരണത്തിനു വേണ്ടി ശാപഗ്രസ്തനായ ഒരുവനെ കൊണ്ടുപോകുമ്പോൾ അത്ര ക്രൂരതയോടെ അത്ര നിഷ്ഠൂരമായിട്ടാണ് ആ വ്യക്തിയോട് പെരുമാറിയത്. When a person is hanged on the cross, this is the church's way of punishment. അവനെ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവന്റെ അങ്കി അഴിച്ചെടുത്തിട്ട് അവനെ ഒരു ചുമന്ന വസ്ത്രം ഉടുപ്പിടിപ്പിച്ചതായി നാം വായിക്കുന്നുണ്ട്. When we read in the Bible, we see that he was standing in front of King Pilate. He was given a red cloth. അതിന് മാത്രമല്ല അരുമനാഥന്റെ തലയിൽ ഒരു മുൾക്കിരീടം അവർ വെക്കുവാനിടയായി. Also there was a crown put on his head. അവനെ ശപിക്കുകയും ദുഷിക്കുകയും തുപ്പുകയും ആർക്കും എന്തും ചെയ്യാവുന്ന രീതിയിൽ എന്തും ചെയ്ത് ആണ് അവനെ കാൽവരിയിലേക്ക് കൊണ്ടുപോയത്. People were ridiculing by spitting, shaking their head, and all sorts of acts to our Jesus. യെശയ്യാവ് 53-ാം അധ്യായം നാം എപ്പോഴും വായിക്കുന്നതാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. We can see, read all this as shown to Jesus. അവന് യാതൊരു രൂപഗുണവുമില്ല, യാതൊരു സൗന്ദര്യവുമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക ഒന്നുമില്ല. മാത്രമല്ല അവനെ കാണുന്നത് മുഖം മറച്ചുകൊണ്ട് പോകുന്നതായ ഒരു ചിത്രീകരണമാണ് അവിടെ വായിക്കുന്നത്. We can see in the book of Isaiah that when we see him, he is totally different. People cannot recognize him as a person. അതെ, ഈ നാലാമത്തെ മൊഴി യേശു കുരിശിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. The fourth word that he had said like this. എലോയ് എലോയ് ലമാ ശബക്താനി. He said, Elo Elo lama sabachthani. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത്. Oh Lord, why you have forsaken me? ഇന്ന് പലകാലം ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ ആരെങ്കിലും കൈവിടപ്പെട്ടു എന്നൊരു തോന്നൽ ഹൃദയത്തിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇന്ന് പലകാലം ദൈവം സംസാരിക്കുന്ന വചനങ്ങളാണ്. When I speak about this message, is anybody is forsaken? Is God forsaken them? God is forsaken. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിലൊക്കെ കൈവടികൾ നമുക്കുണ്ട്. Many of times as a people, many people leave us. കൈവിടുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു എന്നല്ല എന്റെ അർത്ഥം. Forsaken doesn't mean that everything lose. റിജക്റ്റഡ് അല്ലെങ്കിൽ ത്യജിക്കപ്പെട്ടു എന്നല്ല എന്റെ This അർത്ഥം. doesn't mean to be rejected. ഏറ്റവും വളരെ പ്രഷ്യസ് ആയിരിക്കുന്ന, കയ്യിൽ വളരെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വസ്തുവിനെ അതേ നാം അറിയാതെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ എടുക്കപ്പെടുന്നതിനെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. It's like this. It's a precious thing that we lose from our hand. അത് അബ്രഹാമിന്റെ ഇസാക്കിന്റെ ജീവിതത്തിൽ നാം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We can read about this in Abraham's life. തന്റെ മകനെ വളരെ സ്നേഹിച്ച പിതാവ് ഇതാ സ്വന്തം ആ ഏകാന്തനായ ഇസ്ഹാക്കിനെ അതേ ബലികഴിക്കാൻ വേണ്ടി കൊണ്ട് തന്നെ ബലികഴിക്കുന്നു. The son he loved most, he took into the Mount Moriah for his sacrifice. താൻ ഏറ്റവും സ്നേഹിച്ച ആ മകനെ അനേക വർഷക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഏറ്റവും ലാളിച്ചു വളർത്തിയ ആ മകന് മേൽ താൻ കത്തി ഓങ്ങുമ്പോൾ ആ മകൻ നഷ്ടപ്പെട്ടുകയാണ്. Amen. When we see that in Mount Moriah, when he was letting the sword of the son, he is losing, he is forsaking his son. നാം തിരുവചനം വായിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പിതാവായ ദൈവം ഒറ്റ സന്ദർഭം മാത്രമേ പുത്രൻ
പുത്രനായ യേശുവുമായിട്ടുള്ള ബന്ധം അല്പസമയത്തേക്ക് വേർപെടുത്തിയുള്ളൂ. Oh, in New Testament and Old Testament, when we read, only one time the Father God forsake Jesus. താൻ നിർമ്മിച്ചതായ പ്രകൃതികൾക്കൊന്നും ഇത് കാണുവാൻ കഴിഞ്ഞില്ല. Oh, the creation that He created cannot able to see this. തിരുവചനം വായിക്കുന്നു, യേശു ഇങ്ങനെ ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടപ്പോൾ കല്ലറകൾ തുറന്നു, ഭൂകമ്പമുണ്ടായി, മരിച്ചവർ എഴുന്നേറ്റു, അതേ കടലിലെ വെള്ളങ്ങളൊക്കെ അത് ഇരച്ചു കയറി. Oh, when God rejected Jesus, we can see the tombs being opened and many miracles happened. ഹല്ലേലൂയ. തന്റെ സൃഷ്ടിക്കൊന്നും സൃഷ്ടാവിന് മേൽ സംഭവിക്കുന്ന ആ അവസാനത്തെ നിമിഷങ്ങൾ കണ്ടിരിക്കുവാൻ കഴിഞ്ഞില്ല. Oh, the creator cannot stand in front of all these ugliness are going through. അതെ, അത്രമാത്രം ക്രൂരമായിരുന്നു അത്. So that conscience was very cruel. ചില മണിക്കൂറുകളിലേക്ക് പോലും സ്വർഗത്തിലെ ബന്ധം നഷ്ടപ്പെട്ടു. Oh, for a moment of a time, the relation with heaven is lost. നാമൊക്കെയും ഇന്ന് സെൽഫോൺ ഉപയോഗിക്കുന്നവരാണ്. We all often use cell phones. ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കണക്ഷൻസ് കിട്ടത്തില്ല. Sometimes we don't have a connection. കാരണം ആ ബന്ധം നഷ്ടപ്പെട്ടു പോയി. That connection has been lost. എന്ന് പറഞ്ഞ പോലെ ചില മണിക്കൂറുകൾ സ്വർഗവുമായിട്ടുള്ള കണക്ഷൻ, പിതാവുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ട് ആരാലും ഇല്ലാത്തവനായി ഏകനായി കുരിശിൽ കിടന്ന ആ യേശുവിനെ ഇന്ന് പൽക്കാലം നോക്കും. Amen. For a moment of a time, God, Jesus was rejected, lost the connection from Father. 4 പോയിന്റാണ് ഞാൻ ഇന്ന് പൽക്കാലം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. I brought 4 points. ഒന്നാമത്തെ കാര്യം, he was forsaken by his familiar. അവന്റെ സ്വന്തക്കാർ, അതായത് യഹൂദന്മാർ അവനെ കൈവിട്ടു. For the first point I want to speak about, he was forsaken by his familiar, by his personal. യോഹന്നാൻ സുവിശേഷം 1:9-14 വായിക്കുന്നു, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല, അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. John 1 chapter 1 verse 9-11, the true light that gives light to every man was coming to this world. He was in the world, and though the world was made through him, the world is not recognized him. Verse 11, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ അറിഞ്ഞില്ല. Verse 11 is saying like this, he came that which is his own, but his own, not his own. എന്ന് വെച്ചാൽ സ്വന്തക്കാരെ അവനെ കൈവിട്ടു. His own people rejected him. രണ്ടാമത്തെ, he was forsaken by his family. അവന്റെ കുടുംബക്കാർ, സ്വന്തക്കാർ അവനെ കൈവിട്ടു. He was forsaken by his family. ഇത് അനേക വർഷക്കാലം മുമ്പ് സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനം Psalms 69 verse 88 എന്ന് വായിച്ചാൽ അതിന്റെ 69ന്റെ 8ാമത്തെ വാക്യം. This was shown before the times in Psalm 69:8. Hallelujah. Thank you, Jesus. യേശു ജനിക്കുന്നതിന് അനേക വർഷക്കാലം മുമ്പ് പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, എന്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എന്റെ അമ്മയുടെ മക്കൾക്ക് അന്യനുമായി തീർന്നിരിക്കുന്നു. Before Jesus was born, this was told in prophecy that I am a stranger to my brothers and alien to one mother's son. മർക്കോസിന്റെ സുവിശേഷം 6:3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ, When we read Mark chapter 6 verse 3-4, ജനങ്ങളൊക്കെ ചുറ്റുപാടുമുള്ള തന്റെ കുടുംബക്കാരും അയൽക്കാരൊക്കെ പറയാണ്, ഇവൻ മറിയയുടെ മകന് യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികൾ ഇവിടെ നമ്മോട് കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞു. അവങ്ങൾ ഇടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകൻ തന്റെ മൃദു നഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു. This is his carpenter. This is not this Mary's son and the brother of James, Joseph, Judas and Simon. Are they his sisters here with us? യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ തന്റെ ജനസമൂഹം, തന്റെ കമ്മ്യൂണിറ്റി തന്നെ കൈക്കൊണ്ടില്ല. When Jesus came to this world, their own community accepted him. യേശു ഭൂമിയിൽ അതേ ജീവിച്ചപ്പോൾ തന്റെ സ്വന്തം സഹോദരങ്ങൾ, കുടുംബക്കാർ അവനെ വേണ്ട പോലെ മാനിച്ചില്ല, അവനെ അംഗീകരിച്ചില്ല. Even Jesus came to this world, his own family didn't accept him well. നമുക്ക് നോക്കാം, he was forsaken by his friends. അവന്റെ കൂടെ 3.5 വർഷക്കാലം നടന്ന രണ്ടുപേരും യേശുവിനെ തള്ളിക്കളഞ്ഞു. Here there's another point. When we bring down he was forsaken by his friend. Those who are the friends who is accompanying with him. മത്തായി സുവിശേഷം 26-24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ, when we read Matthew 26:24-25, അവിടെ യൂദയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ് തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ, മനുഷ്യപുത്രൻ പോകുന്നു, സത്യം മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ആ കഷ്ടം.
ആ മനുഷ്യൻ ജനിക്കാതെ ഇരുന്നുവെങ്കിൽ അവനെ കൊള്ളായിരുന്നു. എന്നാൽ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദ, ഞാനോ റബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു. This picture is portraying about Judas betraying Jesus. The Son of Man will go just as is written about him. But woe to that man who betrayed the Son of Man. It will be better for him if he had not been born. ഇനി യേശുവിന് ഇന്നർ സർക്കിളിൽ ഇരിക്കുന്ന അകത്തെ സർക്കിൾ യേശുവിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന അതേ പത്രോസ് പോലും യേശുവിനെ തള്ളി പറഞ്ഞു. The person who was close to the inner circle, the Peter, is denied him. യോഹന്നാൻ സുവിശേഷം 18:25 വാക്യത്തിൽ വായിക്കുന്നു, ശീമോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീയും അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലോ എന്ന് ചിലർ അവനോട് ചോദിച്ചു. അല്ല എന്ന് അവൻ മറുത്തു പറഞ്ഞു. Here John chapter 18 verse 25 says, as Simon Peter stood warning himself, he was asked, you are not the one of his disciples, aren't you? He denied it, saying, I am not. ഞാൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയില്ല, നിന്നോട് കൂടെ മരിക്കുവാനും തയ്യാറാണെന്ന് പറഞ്ഞ പത്രോസ് അവന്റെ ചില ദുർബല നിമിഷങ്ങളിൽ യേശുവിനെ തള്ളി പറഞ്ഞു. Oh, here Peter said, I love to Jesus, I never want to forsake you, but in this weak moment he forsake Jesus. ദൈവത്തിന്റെ മക്കളായ നാം നമ്മുടെ ജീവിതത്തിന്റെ ഈ യാത്രയിൽ പലപ്പോഴും നമുക്ക് അനുഭവത്തിൽ കൂടെ കാണുന്നു. Oh, my children of God, many of our believers, our journey, we have to go through സ്വന്തക്കാരെ നമ്മെ അറിഞ്ഞു വരികയില്ല. Many of our own families may not be known us. ആദ്യകാലങ്ങളിൽ സുവിശേഷത്തിന്റെ ആദ്യകാലങ്ങളിൽ അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ ഇത് കുറിച്ചു വെച്ചിട്ടുണ്ട്. Oh, in all times many saints who have gone through this type of background. പാടാൻ സമയമില്ലാത്തതുകൊണ്ട് പാടുന്നില്ല. അതേ ഭക്തന്മാർ ഇങ്ങനെ പാട്ടുകൾ കുറിച്ചു വെച്ചു കണ്ടും കാണാതെയും പോകുന്നവരെന്ന് പാടിയ ഭക്തന്മാരുണ്ട്. Oh, we can hear different songs that many people sing and go by unseen in our lives. സ്വന്തം കുടുംബത്തിൽ അത് ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് തിരസ്കരിക്കപ്പെട്ട അനേകർ ഇവിടെ ഇരിപ്പുണ്ട്. Many people were rejected from his own family when they accepted Jesus. കർത്താവിന് വേണ്ടി ജീവിക്കുന്നതുകൊണ്ട്, വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുന്നതുകൊണ്ട് സഹോദരന്മാർ നമ്മെ വെറുക്കുന്നതായ കൂട്ടുകാർ നമ്മെ വെറുക്കുന്ന അനുഭവത്തിലുള്ളവരുണ്ട്. Oh, when we live for Jesus, many of our own brethren will forsake us. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിലെ ഏറ്റവും ദുർബലമായ, ഏറ്റവും പ്രയാസകരമായ സമയം he was forsaken by his father. The most serious moment in Jesus' life was he was forsaken by father. പിതാവ് അവനെ ചില മണിക്കൂർ നേരത്തെ കൈവിട്ടു. For a moment of a time, the father died forsaken. അതെ, ഇന്ന് യേശു മരിക്കുന്നതിന് 1000 വർഷക്കാലം മുമ്പ് പ്രവചനാത്മാവിൽ ദാവീദ് പ്രവചിച്ച ഒരു പ്രവചനം നമുക്ക് 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. സങ്കീർത്തനം 22. 1,000 years ago, when Psalms was written, David was prophesying in Psalms 22. ദാവീദ് ഒരു സാമാന്യ വ്യക്തിയായിരുന്നു. അവന്റെ ആത്മാവിനാൽ അഭിഷക്തനായിരുന്നു. David was a common person, but he was an anointed person. 1000 വർഷം യേശു ജനിക്കുന്നതിന് 1000 വർഷക്കാലം മുമ്പ് ദാവീദ് പ്രവചിച്ചു പറഞ്ഞതായ വാക്യങ്ങളാണ് 22-ാം സങ്കീർത്തനത്തിൽ. Oh, this psalm was foretold before 1,000 years ago when Jesus was born. അതിന്റെ 1 മുതൽ 18 വരെ വാക്യങ്ങളിൽ യേശുവിനെ സ്പർശിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. Oh, we can see from verse 1 through 18 many things that speaks about our God. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? Here says, my God, why you have forsaken me? എന്നെ രക്ഷിക്കാതെ എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെ പകർന്നു നിൽക്കുന്നതെന്ത്? Why are you far from saving me, so far from words of my groaning? അത് 1 മുതൽ 18 വരെ വാക്യങ്ങളിൽ യേശു അനുഭവിക്കാൻ പോകുന്നതായ ആ ക്രൂരമായ കൃത്യത്തിന് അത് തന്റെ പ്രവചനാത്മാവിൽ തന്നെ ദർശിച്ചുകൊണ്ട് എഴുതിയ ചില വാക്കുകളാണ്. Amen. We can hear see that David was foreseeing all this in his prophetic spirit and saying about our Jesus. അതിന്റെ 11-ാം വാക്യത്തിൽ സഹായിക്കാൻ ആരുമില്ലല്ലോ, അനേകം കാളകൾ എന്നെ വളഞ്ഞു, ഭാഷാനമ്പന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു, ഭവിഷ്യതയോടാകും സിംഹം പോലെ അവർ എന്റെ നേരെ വായ് പുലർക്കുന്നു, ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, എന്റെ ഹൃദയം മെഴുകുപോലെയായി. Oh, here says, many bulls surrounded me, strong bulls of Bashan encircled me, roaring lions cheering with their prey, opened their mouths wide against me. I am poured like out water, and all my bones are out of joint. എന്റെ കുടലിന്റെ നടുവേ ഉരുകി
ചുറ്റിയിരിക്കുന്നു. എന്റെ ശക്തി ഒരു കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. My heart is turned to wax. It is melted away within me. My strength is dried up like a potsherd, and my tongue sticks to the roof of my mouth. പിന്നെ നമ്മൾ 16 വാക്യം വായിക്കുന്ന നായ്ക്കൾ എന്നെ വളഞ്ഞ ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. Oh, dogs have surrounded me. A band of evil men are encircled me. They have pierced my hands and my feet. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എന്റെ അസ്ഥികളൊക്കെ വിരിക്കണം. They have pierced my hands and my feet. I can count all my bones. അവർ എന്നെ ഉറ്റു നോക്കുന്നു. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. Oh, they are staring at me and divide my garments among and cast lots. എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. Oh, they have cast lots for my clothing. ഇപ്പോൾ നമ്മൾ വായിച്ചതായ ഈ കാര്യങ്ങളൊക്കെയും ഏകദേശം 1000 വർഷത്തിന് ശേഷം യേശുവിന്റെ അതേ അവസാന നിമിഷങ്ങളിൽ സംഭവിച്ചു. Oh, what we have read in Psalms 22, these things happened after 1,000 years ago. എന്നാൽ ആ സങ്കീർത്തനം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. That psalm doesn't end there. ദൈവമക്കളെ, നാം വിശ്വസിക്കുന്ന വേദപുസ്തകത്തിന് വലിയൊരു ബ്യൂട്ടി ഉണ്ട്. Oh, there is a great beauty in the Bible we carry. ഞാൻ വിശ്വസിക്കുന്ന വായിക്കുന്ന ഈ തിരുവചനത്തിന് ശക്തിയുണ്ട്. Oh, there is a power that the Bible that we carry. ഇത് ആരംഭിച്ചിട്ട് ഇതിന്റെ അവസാനം കൊണ്ട് എത്തിക്കുന്ന ഒരു പുസ്തകമാണ്. Oh, this started and it leads to the end. നാം ആരെ ഭജിക്കുന്നുവോ ആരാധിക്കുന്നുവോ അവൻ ആരംഭവും അവസാനവുമാണ്. Oh, the one we worship, he is the beginning and he is the end. അവൻ ആദിയും അന്തവുമാണ്. അവൻ അൽഫയും ഒമേഗയുമാണ്. He is the beginning and end. He is the Alpha and Omega. ഇതെല്ലാം സംഭവിച്ചാലും ദൈവമക്കളെ 27-31 വാക്യം വായിക്കുമ്പോൾ When we read Psalms 22 verse 27 to 31. അവിടെ എഴുതിയിരിക്കുന്നു, ഭൂമിയുടെ അന്തികളൊക്കെ ഓർത്ത് യഹോവയിലേക്ക് തിരിയും. Oh, the ends of the earth will remember and turn to God. Hallelujah. I like that word in English. All the ends of the earth will remember and turn to the Lord. Oh, the ends of the earth will remember and turn to the ഇന്ന് Lord. ലോകം മുഴുവൻ യേശുവിനെ അറിയുകയാണ്. Oh, the world knows about Jesus. യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആരുമില്ല. Nobody has ever heard of യേശുവിനെ Jesus. സ്വീകരിക്കാത്ത ഒത്തിരി പേര് ലോകത്തിലുണ്ടെങ്കിലും യേശുവിനെ കുറിച്ച് കേൾക്കാത്ത ആരുമില്ല. Oh, many people heard about Jesus. Many people didn't receive Jesus, but many people heard about Jesus. Hallelujah. All the ends of the earth will remember and turn to the Lord. എല്ലാ ഞായറാഴ്ചക്കാലവും ഈ തിരുമേശ നാം അനുഷ്ഠിക്കുമ്പോൾ നാം ഇക്കാര്യം ഓർക്കുകയാണ്. Oh, when you observe the Lord's Supper, we are remembering this. യേശു മരിച്ചതുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റുകൊണ്ടാണ് ഞായറാഴ്ച ദിവസം നാം ആരാധിക്കുന്നത്. Oh, God has descended. That's why we are here today. അവൻ മെഴുകുപോലെ ഉരുകി അവന്റെ അസ്ഥികളെല്ലാം വിട്ടെല്ലാം വന്നു. അവിടെ കൊണ്ട് അത് അവസാനിച്ചില്ല. ലോകത്തിലെ ചരിത്ര പുരുഷന്മാരും അലക്സാണ്ടർ ദ ഗ്രേറ്റും എല്ലാവരും അവിടെ കൊണ്ട് അവസാനിച്ചപ്പോൾ യേശു അവിടെ ഉയർത്തെഴുന്നേറ്റു. അവിടെ കൊണ്ട് ക്രിസ്ത്യാനിത്തിന്റെ അന്തമായില്ല, ക്രിസ്ത്യ വിശ്വാസത്തിന്റെ ആരംഭം കുറിച്ചു. Oh, many great people of this world like Alexander and everything was melted away, but our gospel that never end is God. ഇത് ലോകത്തിൽ ഓർമ്മിക്കുന്ന അനേക ചരിത്രകാരന്മാരും ഹിസ്റ്റോറിയൻസും ഉണ്ട്. Oh, we can in the world there are a lot of historians there. കഴിഞ്ഞ ദിവസം ഒരു മാസം ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ അമേരിക്കയിലെ ചില പ്രസിഡന്റുമാരുടെ ചില ജീവിതത്തിലും അവിടെ ഇങ്ങനെ പെട്ടെന്ന് വായിക്കാനിടയായി. When I go through a magazine, you can see ഓരോരുത്തരുടെയും ബയോഗ്രാഫി, ഓരോരുത്തരുടെയും ലൈഫിന്റെ ചുറ്റോടൊപ്പം ഒത്തിരി വ്യത്യസ്തമാണ്. all the biographies of the presidents were written there. എന്നാൽ എല്ലാത്തിന്റെ അവസാനം അവരുടെ അവസാനിച്ചപ്പോൾ പിന്നെ അതിനുശേഷം അവർക്ക് ഒന്നും പിന്നെ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. When their life is to end, there is nothing they can able to. അവരെ നമുക്ക് ഓർക്കാൻ മാത്രമേ കഴിയൂ. Only thing we can remember them. എന്നാൽ യേശു ഇതൊക്കെ അനുഭവിച്ചത്, കഷ്ടപ്പെട്ടത് ഹാലലൂയ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാനല്ല, ഒരു പുതിയ ജീവനിലേക്ക്, നിത്യതയിലേക്ക് എന്നെ നിന്നെ കൊണ്ടുപോയി അവരോട് കൂടെ വാഴുവാൻ വേണ്ടിയാണ് യേശു ഇതൊക്കെ സഹിച്ചത്. Oh, when Jesus suffered this all agonies and prayed, not to just for a moment, but to reach us, to take us to His ഒരു presence. നിത്യത അവൻ മുന്നിൽ കണ്ടുകൊണ്ട്, He saw us eternity in His presence. കോടാനുകോടി ജനങ്ങൾ സിംഹാസനത്തിൽ ചുറ്റും നിന്ന് ആരാധിക്കുന്ന കണ്ടുകൊണ്ട്, Oh, the gods of people are standing in front of Him and worshiping Him. അവന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ടവർക്ക് സൗഖ്യം പ്രാപിക്കുന്ന കണ്ടുകൊണ്ട്, Oh, the people who have redeemed by His blood standing beside and worshiping Him. അവന്റെ അടിപ്പിണരാൽ ഒരു പ്രാവശ്യം മാത്രമല്ല ദിവസവും സൗഖ്യം പ്രാപിക്കുന്ന കണ്ടുകൊണ്ടാണ് യേശു കുരിശിന്മേൽ മരിക്കുന്നത്. Oh, Jesus died not by His stripes
പകൽക്കാലം ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തന്നെ ആലോചിച്ചതാണ്, യേശു എനിക്ക് വേണ്ടി അടികളേറ്റ് ഇത്ര ക്രൂരമായി മരിച്ച് ഇത്ര ക്രൂരമായി നിന്ദിക്കപ്പെട്ടെങ്കിൽ എനിക്ക് നിനക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ സകല രോഗങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചിരിക്കുക. Oh, this is what the message that God has put in my mind. Is that God doesn't die for just our sins, but through any sins, what sickness that we have, He died for that. 2 Corinthians 5:21 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 2 Corinthians chapter 5 verse 8 like this. 2 Corinthians chapter 5 verse 21 പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിനെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. God made Him who had no sin to be sin for us. അത് ഹബക്കൂക്ക് 1:13 ഇങ്ങനെ വായിക്കുന്നു, ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവേ. In Habakkuk chapter 1 verse 13 says, your eyes are too pure to look on evil. We cannot tolerate wrong. Praise the Lord. Deuteronomy 31:18 വായിക്കുന്നു, എങ്കിലും ജനങ്ങൾ, അത് ഇസ്രായേൽ ജനം അത് അന്യദൈവങ്ങളിലേക്ക് തിരിഞ്ഞതുകൊണ്ട് അവർ ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തം ഞാൻ അന്ന് എന്റെ മുഖം മറച്ചു കളയുമെന്ന് സ്വർഗീയ പിതാവ് പറയുന്നു. When the people of Israel turned into false gods, God suddenly hid His face. Praise the Lord. ദൈവമക്കളെ, നാം ചെയ്ത പാപങ്ങൾ, Oh my dear friends, the sins that നാം we did, ചെയ്തതും ഇന്നും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ, the things sins that we committed, ഇന്നും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബലഹീനതകൾ, all the many weakness. അത് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി താങ്ങുന്ന ഒരുവനുണ്ട്. Oh God, Jesus is sitting on the right hand throne and praying for us. ചില മണിക്കൂർ നേരത്തേക്ക് പിതാവ് അവനെ തള്ളിക്കളഞ്ഞു. For a moment of time, God rejected Him. എന്നാൽ ഇന്ന് അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം അടയ്ക്കുന്നു. But now He is standing on the right side of God and pleading for us. ദൈവമക്കളെ, നാം തള്ളപ്പെട്ടവരല്ല. Oh, we are children of God. We are not forsaken. ശത്രുവാകുന്നു നമ്മെ തള്ളിക്കളഞ്ഞതായിരുന്നു. Oh, the devil has forsaken പാപം us. നമ്മെ തള്ളി നിലവിലേക്ക് He has കൊണ്ടുപോവുകയായിരുന്നു. forsaken us. എന്നാൽ യേശു കടന്നു വന്ന് അവന്റെ സ്വന്തം രക്തത്താൽ സ്വന്തം ജീവൻ നൽകി നമ്മെ നിത്യത്തിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. Oh, through His redeeming blood, Jesus carried away us. നാം ഒരു യാത്രക്കാരാണ്, സ്വർഗീയ യാത്രക്കാരാണ്. Oh, we are a sojourner. ഇനി നമ്മുടെ തലവേല പാപമില്ല. What is our head? പാപം അറിയാത്തവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നു. Oh, the person who doesn't know sin. രോഗം ശീലിക്കാത്തവൻ നമ്മുടെ രോഗങ്ങളെ അവൻ ഏറ്റെടുത്തു. The person who doesn't know become sick, he carried away. അവൻ നമ്മുടെ സകല രോഗങ്ങളെയും ചുമന്നു. Carried away all of sin. നാം എല്ലാം മിക്കവാറും ഇവിടെ വായിക്കുന്ന ഒരു വാക്യങ്ങൾ വാക്കി അവസാനിപ്പിക്കുകയാണ്. I'm concluding here. 1 പത്രോസ് 2:24 നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടി ചേർന്ന് ആ വാക്യം ഒരുമിച്ച് വായിക്കാം. 1 പത്രോസ് 2:24 നമുക്ക് ഒരുമിച്ച് വായിക്കാം. We'll read in Malayalam and also we'll read in English. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിനെ അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി അവന്റെ അടിപ്പിണരെല്ലാം നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. Let's read in English. He himself bore our sins in his body on the tree, so that we might die to sins and live for righteousness. By his wounds you are healed. Praise the Lord. ഇന്ന് പൽക്കാലം എത്ര പേര് അത് വിശ്വസിക്കുന്നു? How many people are believing this? യേശു നമുക്ക് വേണ്ടി യേശുവിനെ പിതാവ് തള്ളിക്കളഞ്ഞു. Oh, for God, Father God rejected Jesus for us. ചില സമയത്തേക്ക് അത് അബ്രഹാമിന് തന്റെ സ്വന്തം പുത്രനെ അതേ ഇസ്ഹാക്കിനെ ബലികഴിക്കേണ്ടി വന്നെങ്കിലും പിന്നെ ആ ഇസ്ഹാക്ക് മരിച്ചില്ല. Oh, for a moment, the father Abraham has to sacrifice his son, but for a moment. അതുപോലെ തന്നെ സ്വർഗീയ പിതാവ് തന്റെ പുത്രനെ അല്പസമയത്തേക്ക് ഈ പ്രപഞ്ചങ്ങളെല്ലാം കണ്ണടച്ചു. പിതാവ് കണ്ണടിച്ചു, സ്വന്തക്കാര് കണ്ണടിച്ചു, സമൂഹം കണ്ണടിച്ചു, വീട്ടുകാർ കണ്ണടിച്ചു, എല്ലാവരും കണ്ണടച്ചപ്പോൾ ഹല്ലേലൂയ, അവന്റെ കണ്ണ് തുറന്ന് എന്നെ നിന്നെ കുരിശിലൂടെ കണ്ടതാണ്. Amen. For a moment of a time, many people rejected him, but God, Father God rejected him for a moment of time. Through the Jesus He has shown you. അവന്റെ ശരീരത്തിൽ നിന്നും രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. Oh, the bloods are pouring out from his body. വഴിയെ പോകുന്നവരൊക്കെ അവരെ വിലയ്ക്ക് വാങ്ങി വാടകയ്ക്കെടുത്ത് അവനെ യേശുവിനെ കുറിച്ച് ദൂഷണം പറയിപ്പിക്കുകയാണ്. Oh, many people hire many people are ridiculing Jesus. അവനിങ്ങനെ അതേ കുരിശിൽ കിടക്കുമ്പോൾ When he was nailed on the cross. അവനെ കണ്ടു പോകുന്നവരൊക്കെ തല ഉയർത്തുന്നു. Oh, people who are passing by shaking their heads. അവർക്കാർക്കും ഈ നല്ലവനാ ഈ കർത്താവിനെ കാണുവാൻ കഴിയുന്നില്ല. Oh, many people cannot see
how good our God, dear Lord is. ദൈവമക്കളെ, ഇന്ന് പൽക്കാലം നമ്മുടെ കണ്ണുകൾ ആത്മീയ കണ്ണുകൾ ഉയർത്തിയ കാൽവറിയിലേക്ക് നോക്കാം. Oh, children of God, enlighten our hearts. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, Oh, for our sins, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി, for our sickness. നാം ഇന്ന് പൽക്കാലം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, Oh, if we believe that for our sins, God has died, God died, Jesus died for us. ഇന്ന് പൽക്കാലം ഒരു കാര്യം കൂടെ വിശ്വസിക്കണമേ. Oh, we believe one more thing. അപ്പൊ നമ്മൾ വായിച്ചതുപോലെ അവൻ കുരിശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. Oh, he's been on the cross and by his stripes we are healed. I want everybody to close your eyes for a minute. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് പൽക്കാലം അവൻ നമ്മുടെ പാപങ്ങൾ മാത്രമല്ല വഹിച്ചത്, അവൻ നമ്മുടെ രോഗത്തെയും വഹിച്ചു എന്ന് വിശ്വസിക്കുന്നവർ അവരുടെ വലങ്കരം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ്. നമ്മുടെ ശാരീരികമായ രോഗങ്ങളെ അവൻ അറിയുന്നു, നമ്മുടെ മാനസികമായ വിഷമങ്ങളെ അവൻ അറിയുന്നു. പലപ്പോഴും നമ്മുടെ കൂട്ടുകാരും സ്വന്തക്കാരും നമ്മെ തള്ളിക്കളഞ്ഞത് അവൻ അറിയുന്നു. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മെ തള്ളിപ്പറഞ്ഞത് അവൻ അറിയുന്നു. ചെയ്തിട്ടില്ലാത്ത കുറ്റത്തിന് നിന്നെ കുറ്റം വിധിച്ചത് അവൻ അറിയുന്നു. അതെ, നിനക്ക് പറഞ്ഞു നിൽക്കുവാൻ, അതെ അവരുടെ പലരുടെ മുമ്പിൽ പറഞ്ഞു നിൽക്കുവാൻ കഴിയാതെ വണ്ണം പല പരിമിതികളിൽ നീ ആയിരിക്കുമോ. ഇതെല്ലാം രുചിച്ചറിഞ്ഞവനാണ് കാൽവരിയിൽ എനിക്കും നിനക്ക് വേണ്ടിയാകമായി ഇന്ന് പൽക്കാലം ദൈവാത്മാവിന്റെ ഹൃദയത്തോട് സംസാരിക്കുന്നു. മാനെ, ഞാൻ നിന്റെ പാപത്തിന് വേണ്ടി മാത്രമല്ല, നിന്റെ സകല ലോകത്തിനു വേണ്ടി, നിന്റെ സകല മാനസിക പ്രശ്നത്തിനു വേണ്ടിയും, ഇന്ന് പൽക്കാലം നീ കടന്നു പോകുന്ന ഏത് പ്രശ്നമായിരുന്നാലും, ഏത് പ്രശ്നമായിരുന്നാലും അതിനുവേണ്ടി ഞാൻ മരിച്ചു അടക്കപ്പെട്ടു എന്നാൽ മൂന്നാം ദിവസത്തെ നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. നമ്മളെല്ലാവരും ചേർന്ന് കണ്ണുകളെ അടച്ച് ഒരു പാട്ടിന്റെ രണ്ടടികൾ പാടാൻ പോവുകയാണ്. ആ പാട്ടുകൾ പാടുമ്പോൾ ഇന്ന് പൽക്കാലം ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന പ്രാസ്യങ്ങളെ ഓർത്ത് ഇനി ഭാരപ്പെടേണ്ട. യേശു എനിക്ക് വേണ്ടി ആയതുകൊണ്ട്, യേശു എനിക്ക് വേണ്ടി പിതാവിന്റെ കൈവിട്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ഇനി കൈവിട്ടപ്പെട്ടില്ല എന്ന് ഇന്ന് പൽക്കാലം നാം ധൈര്യത്തോടെ വിശ്വാസത്തോടെ വിശാലിനോട് പറയണം. ഞാൻ കൈവിട്ടിട്ടില്ല. എന്റെ പ്രശ്നങ്ങൾ യേശു എടുത്തിട്ടുണ്ട്, എന്റെ രോഗം യേശു അറിഞ്ഞിട്ടുണ്ട്, എന്റെ സകലാവസ്ഥ യേശു അറിഞ്ഞിട്ടുണ്ട്. ഞാൻ കൈവിട്ടപ്പെട്ടവനല്ല എന്ന് നാം ഒരുമിച്ച് പറയണം. Oh, we are going to sit there and meditate one Malayalam song here. During that time, think in your heart, God, Jesus died for us. He bore our sins, bore our sickness on the cross. ഇത് നമ്മെ ഇത് പൽക്കാലത്ത് നമ്മുടെ മേശയിലേക്ക് നയിക്കുന്ന ഒരു പാട്ടാണല്ലോ. This song will lead to our Lord's Day. കർത്താവിദാസനെ ശുശ്രൂഷ വഹിക്കുന്ന ഈ പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാൻ. കണ്ടാലും കാൽവറിയിൽ കുരിശിൽ ശിരസ് ചാഞ്ഞു വരാൻ ഒരുമിച്ച് പോകുന്നു. Oh, let's sing this. So let's sing this song together. കണ്ടാലും കാൽവറിയിൽ